ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള 11th ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഓക്കെ, പേജ് നമ്പർ 165 ഫസ്റ്റ് ഹെഡിങ് എന്ന് പറയുന്ന ബാർ ഗ്രാഫ്സ്. റിമെമ്പർ ഹൗ വി ഡ്രൂ ബാർ ഗ്രാഫ്സ് ടു ഷോ ന്യൂമറിക്കൽ ഇൻഫർമേഷൻ. സി ദ ബാർ ഗ്രാഫ് ബിലോ. താഴെ ഒരു ബാർ ഗ്രാഫ് തന്നിട്ടുണ്ട്. It shows the amount of money each class in a school donated to the സ്നേഹസ്പർശം മെഡിക്കൽ എയ്ഡ് ഫണ്ട്. സ്നേഹസ്പർശം മെഡിക്കൽ എയ്ഡ് ഫണ്ടിലേക്ക് ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ കൊടുത്തിട്ടുള്ള സഹായ നിധിയിലേക്കുള്ള ഫണ്ടിൻ്റെ കണക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഡൊണേറ്റഡ്? എല്ലാവരും കൂടെ എത്ര എമൗണ്ടാണ് കൊടുത്തിരിക്കുന്നതെന്ന് കാണാൻ എന്ത് ചെയ്യണം? 600 + 750 + 600 + 400 + 800 + 700 അല്ലേ? ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇത് നേരെ നോക്കി. 5A കുട്ടികൾ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 600. 5B കുട്ടികൾ 750. നിങ്ങൾ ഇതിനു മുമ്പ് ഇത് പഠിച്ചിട്ടുള്ളത്, 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? വിച്ച് ക്ലാസ് ഗേവ് ദ മോസ്റ്റ്? ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത് എത്രാം ക്ലാസ് ആണ്? 7A ആണല്ലേ. ആൻഡ് ദ ലീസ്റ്റ്, ഏറ്റവും കുറവ് കൊടുത്തിരിക്കുന്ന ആരാണ്? 6B ആണല്ലേ. 6B ഡിവിഷൻകാരാണ്. വാട്ട് അതർ തിങ്സ് ഷുഡ് വി ഗെറ്റ് ഫ്രം ദിസ് ടേബിൾ? ഈ ടേബിളിൽ നിന്ന് പിന്നെ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? 5A കൊടുത്ത് കണ്ടുപിടിക്കാം, 5B കൊടുത്തത് കണ്ടുപിടിക്കാം, പിന്നെ ടോട്ടലായിട്ടുള്ളത് കണ്ടുപിടിക്കാം അല്ലേ? ഈ ഒരു ബാർ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നല്ലൊരു ഐഡിയ ഇതിനെപ്പറ്റി കിട്ടും. ഈ ഫണ്ടിന് ഓരോ ക്ലാസ്സുകാരും കൊടുത്ത എമൗണ്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 166. The table below shows the number of children in each class in a school. ഒരു സ്കൂളിൽ ഓരോ ക്ലാസ്സിലുമുള്ള കുട്ടികളുടെ നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 5A 25, 5B 30, 6A 30, 6B 20, 7A 40, 7B 35. ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ആണുള്ളത്? 180. ലെറ്റ്സ് ഡ്രോ എ ബാർ ഗ്രാഫ് ഓഫ് ദിസ്. ഇതിൻ്റെ ഒരു ബാർ ഗ്രാഫ് വരയ്ക്കാമല്ലോ. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഫണ്ടിന് കൊടുത്തതിന് പകരം ഈ സൈഡിൽ എന്ത് കൊടുത്താൽ മതി? നമ്പർ ഓഫ് ചിൽഡ്രൻ കൊടുത്തിട്ട് കുട്ടികളുടെ എണ്ണം എഴുതുക. ഓക്കെ, ദ ഹൈറ്റ് ഓഫ് ഈച്ച് ബാർ ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് ചിൽഡ്രൻ. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് ചിൽഡ്രൻ ആയിരിക്കും. ഇഫ് യു ടേക്ക് ഇറ്റ് ആസ് 1 cm per child, വാട്ട് വുഡ് ബി ദ ഹൈറ്റ്സ്? 1 cm വീതം എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രയാണ് ഇവിടെ ഹൈറ്റ് വരുന്നത്? 45 വരെ എടുക്കുക അല്ലേ? സോ വാട്ട് ലെങ്ത് പെർ ചൈൽഡ് ഷുഡ് ബി കൺവീനിയൻറ്റ് സ്കെയിൽ. അതായത് നമുക്കൊരു 45 വരെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിലിൽ എടുക്കുന്ന ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ എത്ര വെച്ച് എടുത്തു പോകും? ഇവിടെ നോക്കുക. സോ വാട്ട് ലെങ്ത് പെർ ചൈൽഡ് വുഡ് ബി കൺവീനിയൻറ്റ് സ്കെയിൽ. വാട്ട് അതർ തിങ്സ് ഷുഡ് ബി ഡിസൈഡ് ടു ഡ്രോ എ ഗ്രാഫ്. ഒരു ഗ്രാഫ് വരയ്ക്കുന്നതിന് മുമ്പേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് നോക്കേണ്ടത്? ദ വിഡ്ത്ത് ഓഫ് എ ബാർ. ഒരു ബാറിൻ്റെ വിഡ്ത്ത് നോക്കണം. പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബാർസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കണം. അപ്പോൾ ഇവിടെ 5A 5B, അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടതിനുള്ള ഡിസ്റ്റൻസ് നോക്കണം. ഇവിടെ ഇങ്ങോട്ടുള്ളത്, അതായത് 45 വരെ നമുക്ക് എഴുതുന്നത് ബുദ്ധിമുട്ടാണ്, കാരണം ഇവിടെ 40 സ്റ്റുഡൻസ് വരെയാണ് മാക്സിമം ഉള്ളത് അല്ലേ? അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? 1 2 3 കൊടുക്കുന്നതിന് പകരം 5 10 15 20 25 30 5 വീതമുള്ള നമ്പേഴ്സ്, അതായത് 1 സെൻറ്റിമീറ്ററിന് നമുക്ക് 5 നമ്പേഴ്സ് വീതമുള്ളതാക്കി മാറ്റാം. ഓക്കെ, നൗ ഡ്രോ എ ഗ്രാഫ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഇതുപോലെ ഗ്രാഫ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരയ്ക്കാമല്ലോ. ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക. ഓക്കെ, ഇവിടെ എക്സ് ആക്സിസിൽ നിങ്ങൾ ക്ലാസ് എഴുതുക 5A 5B 5. ഇവിടെ നമ്മൾ വരയ്ക്കേണ്ടത് ഇവിടുത്തെ നോക്കിയിട്ട് വേണം വരയ്ക്കാനായിട്ട്. 5A ആദ്യം 5A 5B 6A 6B 7A 7B ഓരോ ഡോട്ട് ഇട്ട് കൊടുത്ത് നമ്മളത് മാർക്ക് ചെയ്യുക, ക്ലാസ് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്പർ ഓഫ് ചിൽഡ്രൻ്റെ അവിടെ 5 10 15 45 വരെ ടോട്ടൽ ഏറ്റവും ഹയസ്റ്റ് സ്കോർ ഏതാണ് അതിനേക്കാൾ ഒരു 5 പോയിൻറ്റും കൂടെ കൂട്ടി എടുക്കുക. ഓക്കെ, അതിനുശേഷം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 5A എത്ര കുട്ടികളാണുള്ളത്? 25 ആണുള്ളത്. അപ്പോൾ 5A നേരെ 25 മാർക്ക് ചെയ്യുക. അതിനുശേഷം സ്കെയിൽ വെച്ച് നിങ്ങൾ ബാർ ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, 5B എത്രയാണ്? 30 ആണ്. 30ക്ക് നേരെ നിങ്ങൾ ഇവിടുന്ന് സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ബാർ ഗ്രാഫ് ഇവിടെ വരയ്ക്കുക. ഓക്കെ, now draw a graph in your notebook. നോട്ട്ബുക്കിൽ വരയ്ക്കാമല്ലോ ഈ ബാർ ഗ്രാഫ്. We get the number of children in each class from this graph and we get the amount each class donated from the first graph. ഫസ്റ്റ് ഗ്രാഫിൽ നിന്നും ഓരോ കുട്ടികളും ഡൊണേറ്റ് ചെയ്ത എമൗണ്ടും ഈ രണ്ടാമത്തെ ഗ്രാഫിൽ നിന്നും ഓരോ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണവും നമുക്ക് കിട്ടും. ഓക്കെ,
നെക്സ്റ്റ് പേജ് നമ്പർ 167. For example, in class 5A, there are 25 children and they donated 600 rupees. So, how much did each child of this class give on average? ഇവിടെ നമ്മൾ ആദ്യത്തെ 5Aയിലെ കുട്ടികൾ 600 രൂപയും കൊടുത്തെന്നും 25 കുട്ടികളാണ് അവിടെ ഉള്ളതെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ആവറേജ് കണ്ടെത്താമല്ലോ. എന്ത് ചെയ്താൽ മതി? 600 ഡിവൈഡഡ് ബൈ 25 ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് കിട്ടും അല്ലേ? കാൽക്കുലേറ്റ് ദ ആവറേജ് എമൗണ്ട് ഓഫ് അതർ ക്ലാസ്സസ് ഓൾസോ. ബാക്കിയുള്ള ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണം കൊണ്ട് കൊടുത്ത് ഡൊണേറ്റ് ചെയ്ത എമൗണ്ടിനെ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് കിട്ടും. ഓക്കെ, അങ്ങനെ എല്ലാ ക്ലാസ്സിലെയും ആവറേജ് കണ്ടെത്താൻ ശ്രമിക്കുക. വിച്ച് ക്ലാസ് ഹാസ് ദ ഹയസ്റ്റ് ആവറേജ്? ഹയസ്റ്റ് ആവറേജ് എത്രയായിരിക്കും എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. കാരണം ഏറ്റവും കൂടുതൽ എമൗണ്ട് കൊടുത്തത് ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള ക്ലാസ്സിലാണെങ്കിൽ അവിടെ ആവറേജ് കുറവായിരിക്കും അല്ലേ? ആൻഡ് ദ ലോവസ്റ്റ് ഏറ്റവും കുറവ് ആവറേജ് ഉള്ളതും ഏത് ക്ലാസ്സിലാണെന്ന് കണ്ടെത്തുക. ഡ്രോ എ ബാർ ഗ്രാഫ് ഷോയിങ് ദീസ് ആവറേജ്. എന്നിട്ട് ഈ ആവറേജ് വെച്ചുകൊണ്ട് നിങ്ങളൊരു ബാർ ഗ്രാഫ് വരയ്ക്കുക. ഇൻ ക്ലാസ് 6 20 ചിൽഡ്രൻ ഗോട്ട് എ ഗ്രേഡ്. എന്താണ്? ആറാം ക്ലാസ്സിൽ 20 കുട്ടികൾക്ക് എ ഗ്രേഡ് കിട്ടി. 50 ഗോട്ട് ബി ഗ്രേഡ്, 20 ഗോട്ട് സി ഗ്രേഡ്, 15 ഗോട്ട് ഡി ഗ്രേഡ് ആൻഡ് 5 ഗോട്ട് ഇ ഗ്രേഡ്. ഡ്രോ എ ബാർ ഗ്രാഫ് ഷോയിങ് ദിസ്. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങളിവിടെ താഴെ ABCDE എഴുതുക. സൈഡിലായിട്ട് എന്ത് കൊടുക്കുക? എത്ര കുട്ടികൾ മുതലാണ് പറഞ്ഞിരിക്കുന്നത്? 5 മുതൽ 25 വരെ എഴുതുക അല്ലേ? 25 ആണോ വേണ്ടത്? 50 ഗോട്ട് ബി ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 മുതൽ 50 വരെയുള്ള നമ്പേഴ്സ് നിങ്ങൾ 5 വെച്ച് കൂട്ടി എഴുതുക. 5, 10, 15, 20, 25, 30 അങ്ങനെ 50 വരെ. അതായത് 10 സെൻറ്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ട് ഓരോ സെൻറ്റിമീറ്ററിലും 5 വെച്ച് മാർക്ക് ചെയ്ത് പോകുക. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് ഡബിൾ ബാർ. ദ ബാർ ഗ്രാഫ് ബിലോ ഷോസ് ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് പ്രസൻറ്റ് ഇൻ ക്ലാസ് 5 ഓഫ് സ്കൂൾ ഫ്രം 1 to 5th ജൂൺ. 1-ാം തീയതി മുതൽ 5-ാം തീയതി, ജൂൺ 1 മുതൽ 5 വരെയുള്ള 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ അറ്റൻഡൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ ബോയ്സും ഉണ്ട് ഗേൾസും ഉണ്ട്. ഓക്കെ, 1, 6, 15 ഇവിടെ നോക്കുക. ഇവിടെ ബോയ്സിന് ഏത് കളറാണ്? ഗേൾസിന് ഏത്? ബോയ്സ് വൈറ്റ് കളറും ഗേൾസ് ബ്ലാക്ക് കളറുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകല്ലോ എത്ര ബോയ്സ് ഉണ്ടായിരുന്നു? 23 ബോയ്സ് ഉണ്ടായിരുന്നു 1-ാം തീയതി. എത്ര ഗേൾസ് ഉണ്ടായിരുന്നു? 26 ഗേൾസ് ഉണ്ടായിരുന്നു. ഇവിടെ നോക്കി, ഇവിടെ 6, 8, 10, 12 അങ്ങനെ 2 വെച്ച് കൂട്ടിയാണ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഇതിൻ്റെ ഇടയ്ക്കൊരു, അതായത് 7 ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കിട്ടായിരിക്കും വരയ്ക്കുന്നത്. ഇവിടെ നോക്കുക, 23 ആയപ്പോൾ എന്താണ്? 22-നും 24-നും ഇടയിലായിട്ടാണ് വരച്ചത്. ഓക്കെ, കംപ്ലീറ്റ് ദ ടേബിൾ ബേസ്ഡ് ഓൺ ദിസ്. ഓക്കെ, ഇതിൻ്റെ ടേബിൾ ഈ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, പേജ് നമ്പർ 168 നേരത്തെ നമ്മൾ കണ്ട ആ ബാർ ഗ്രാഫ് വെച്ചുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ചിൽഡ്രൻ പ്രസൻറ്റ് എന്നുള്ളതാണ്. ഡേറ്റ് 1/6/15, 1/6/2015 എത്ര കുട്ടികൾ, ബോയ്സ് എത്രയുണ്ട്, ഗേൾസ് എത്രയുണ്ട്, ടോട്ടൽ ഇത് തമ്മിൽ കൂട്ടിയിട്ട് ടോട്ടൽ എഴുതുക. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ഇത് ബാർ ഗ്രാഫിൽ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഓരോന്നിന് നേരെ, ബോയ്സിന് നേരെ എത്രയാണ്, ഗേൾസിന് നേരെ 26 ആണെങ്കിൽ അത്. ഓക്കെ, അതിപ്പോൾ 26-ഉം 23-ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 49 വരും. അങ്ങനെ ഓരോ കോളത്തിലും ബോയ്സിൻ്റെ നമ്പരും ഗേൾസിൻ്റെ നമ്പരും എഴുതി അത് തമ്മിൽ ആഡ് ചെയ്ത് അടുത്ത ടോട്ടൽ എന്നുള്ള കോളത്തിൽ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് അതിനെ തന്നെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് താഴെ തന്നിരിക്കുന്നത്. ഓൺ വിച്ച് ഡേ വാസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ പ്രസൻറ്റ്. ഏറ്റവും കുറച്ച് കുട്ടികൾ വന്ന ദിവസം ഏതാണെന്ന് ഇതിൽ നിന്ന് നോക്കി ഇവിടെ ടോട്ടൽ ഏറ്റവും കുറവുള്ളത് നോക്കിയിട്ട് എഴുതുക. ഓൺ വിച്ച് ഡേ വാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ബോയ്സ് പ്രസൻറ്റ്. ബോയ്സിൻ്റെ കോളം നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഏത് ദിവസമാണെന്ന് നോക്കിയിട്ട് ആ ദിവസം എഴുതുക. ആൻഡ് ദ ലീസ്റ്റ്, ഏറ്റവും കുറവ് ബോയ്സ് വന്നത് ഏത് ദിവസമാണെന്ന് നോക്കി എഴുതുക. വാട്ട് അബൌട്ട് ഗേൾസ്, ഗേൾസിൽ ഏറ്റവും കൂടുതലും ഏറ്റവും കുറവും വന്നത് ഏത് ദിവസത്തിന് നേരെയാണെന്ന് നോക്കുക. എന്നിട്ട് അതും എഴുതുക. ഓൺ വിച്ച് ഡേ വാസ് ദ ഡിഫറൻസ് ഇൻ നമ്പർ ബിറ്റ്വീൻ ബോയ്സ് ആൻഡ് ഗേൾസ് ദ മോസ്റ്റ്. ബോയ്സും ഗേൾസും തമ്മിലുള്ള ഡിഫറൻസ് കൂടുതലുള്ളത് ഏത് ദിവസമാണെന്ന് കണ്ടെത്തി എഴുതുക. അപ്പോൾ എല്ലാത്തിൻ്റെയും ഡിഫറൻസ് നോക്കുക. അതിനുശേഷം ഏറ്റവും കുറവല്ലേ ചോദിച്ചിരിക്കുന്നത്. ഓൺ വിച്ച് ഡേ വാസ് ദ ഡിഫറൻസ് ഇൻ നമ്പർ ഓഫ് ബിറ്റ്വീൻ ബോയ്സ് ആൻഡ് ഗേൾസ് ഈസ് മോസ്റ്റ്. ഏറ്റവും കൂടുതൽ വ്യത്യാസത്തിൽ വന്നിരിക്കുന്നത്, അതായത് 10 ബോയ്സ് വന്നപ്പോൾ 2 ഗേൾസ്, അങ്ങനെയുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ വ്യത്യാസം വന്നിരിക്കുന്നത് ഏതിലാണെന്ന് കണ്ടെത്തി എഴുതുക.
100 grams of rice is taken per child for lunch. 100 ഗ്രാം അരി വീതം ഓരോ കുട്ടിക്കും ഉച്ചയ്ക്കത്തെ ലഞ്ചിന് വേണ്ടി എടുക്കും. ഹൗ മച്ച് റൈസ് വാസ് യൂസ്ഡ് ഈച്ച് ഡേ ഡ്യൂറിങ് ദിസ് വീക്ക്? ഡ്രോ എ ബാർ ഗ്രാഫ് ഷോയിങ് ദിസ്. ഓക്കെ, അടുത്ത നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് 100 ഗ്രാം അരി വെച്ച് നമ്മൾ എടുക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ചയിൽ, ഈ 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെയുള്ള ആഴ്ചയിൽ എത്ര അരി എടുത്തെന്നുള്ളത്, ഓരോ ദിവസവും എടുത്ത അരിയുടെ കണക്ക് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. ആദ്യം നിങ്ങൾ 100 ഗ്രാം വെച്ച് എഴുതി പോവുക. അതിനുശേഷം എന്ത് ചെയ്യുക, ആ നമ്പർ ഓഫ് ചിൽഡ്രനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുക. അത് 100 വെച്ച് തന്നെ വേണം എന്നില്ല, കാരണം ഇത്രയും കുട്ടികൾ വരുമ്പോൾ അതിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. 500 ആണെങ്കിൽ 500, 500 വെച്ച് 500, 1000 അങ്ങനെ പോകാം. ഓക്കെ, ഏത് രീതിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ ചെയ്യുക. നെക്സ്റ്റ് പേജ് നമ്പർ 168 തന്നെ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത്, ദ ടേബിൾ ഷോസ് ദ നമ്പർ ഓഫ് നോട്ട് ബുക്സ് സോൾഡ് അറ്റ് ദ സ്കൂൾ സ്റ്റോർ ഡ്യൂറിങ് 6 months. 6 മാസത്തിനുള്ളിൽ സ്റ്റോറിൽ നിന്ന് വിറ്റുപോയ ബുക്കുകളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മന്തും തന്നിട്ടുണ്ട്, എണ്ണവും നമ്പറും തന്നിട്ടുണ്ട്. അപ്പോൾ ജൂണിൽ 140, ജൂലൈയിൽ 130, ഓഗസ്റ്റ് 150, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, അങ്ങനെ ഓരോ മാസം വിറ്റുപോയ ബുക്കുകളുടെ എണ്ണവും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം എക്സ് ആക്സിസും വൈ ആക്സിസും ഉള്ളൊരു ഗ്രാഫ് വരയ്ക്കാനായിട്ട് ലൈൻ വരയ്ക്കുക. അതിനുശേഷം താഴെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാർക്ക് ചെയ്യുക. വൈ ആക്സിസിൽ എത്ര മുതലാണ്, 100 മുതൽ 150 വരെ മാർക്ക് ചെയ്യുക. 100, 110, 150 അല്ല 200 വരെ മാർക്ക് ചെയ്തു. 10 ഇത് മാർക്ക് ചെയ്തിട്ട് 200 വരെ, കാരണം 160 വരെ ഉണ്ട്. അപ്പോൾ 150 വരെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാതില്ല. അപ്പോൾ 200 വരെ ഓരോ പോയിന്റിലും 100, 110, 120 അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം 140യുടെ നേരെ ആദ്യം ജൂൺ മന്തിൽ 140 വരെയുള്ള രീതിയിൽ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നൊരു ബാർ ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, അങ്ങനെ എല്ലാ മാസത്തിലും കറക്റ്റായിട്ടുള്ള ബാർ ഗ്രാഫ് വരയ്ക്കുക. നെക്സ്റ്റ് പേജ് നമ്പർ 169 രണ്ടാമത്തെ ചോദ്യം, ദ ടേബിൾ ഷോസ് ദ വേരിയസ് എക്സ്പെൻസസ് ഓഫ് ജോർജ് ഫാമിലി ഫോർ ദി ലാസ്റ്റ് മന്ത്. ലാസ്റ്റ് മന്തിലെ ജോർജിൻ്റെ ഫാമിലിയുടെ എക്സ്പെൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫുഡ്, ഡ്രസ്സ്, ട്രാവൽ, എഡ്യൂക്കേഷൻ, മെഡിസിൻ, അതേഴ്സ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എക്സ് ആക്സിസിൽ ഫുഡ്, ഡ്രസ്സ്, ട്രാവൽ, എഡ്യൂക്കേഷൻ, മെഡിസിൻ, അതേഴ്സ് എന്നുള്ള രീതിയിൽ ഓരോ പോയിന്റ് ഇട്ട് കൊടുത്ത് അത് എഴുതുക. അതിനുശേഷം എക്സ്പെൻസിൻ്റെ അവിടെ എത്ര മുതലാണ് തുടങ്ങിയിരിക്കുന്നത്, 400 മുതൽ 2000 വരെയുള്ള എക്സ്പെൻസസ് ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 400, 600, 800 അങ്ങനെ 200 വെച്ച് ആഡ് ചെയ്ത് എഴുതുക. ഓരോ പോയിന്റും മാർക്ക് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന പോയിന്റിന് നമുക്ക് 800നും 1000നും ഇടയ്ക്കുള്ള പോയിന്റിന് നമുക്ക് 900 എന്ന് കൊടുക്കാം. അങ്ങനെ മാർക്ക് ചെയ്ത് ബാർ ഗ്രാഫ് വരയ്ക്കുക. ഓരോന്നിന് ഡ്രസ്സിന് നേരെ 900 നേരെ വൈ ആക്സിസിൽ പോയിന്റ് ഇട്ട് ഡ്രസ്സിൻ്റെ നേരെ മാർക്ക് ചെയ്തിട്ട് അത് ബാർ ഗ്രാഫായിട്ട് വരയ്ക്കുക. ഓക്കെ, ഡ്രോ എ ബാർ ഗ്രാഫ് ഓഫ് ദിസ്, റൈറ്റ് ഡൗൺ സം ഫാക്ട്സ് വി ഗെറ്റ് ഫ്രം ദി ഗ്രാഫ്. ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവായത് എന്തിനാണ്, ഏറ്റവും കുറവ് ചിലവായത് എന്തിനാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ടേബിൾ ബിലോ ഷോസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് അറ്റ് സൗമ്യാസ് ഹോം ഡ്യൂറിങ് ലാസ്റ്റ് ഇയർ. ലാസ്റ്റ് ഇയറിൽ സൗമ്യയുടെ വീട്ടിൽ ഉപയോഗിച്ച കറണ്ടിൻ്റെ അളവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മന്തും യൂണിറ്റും. ജാനുവരി, ഫെബ്രുവരിയിൽ 2 മാസം കൂടുമ്പോഴാണല്ലോ കറണ്ട് ബില്ല് വരുന്നത്. അപ്പോൾ ജാനുവരി, ഫെബ്രുവരിയിൽ 340, മാർച്ച്, ഏപ്രിൽ 440, മെയ്, ജൂൺ 410, ജൂലൈ, ഓഗസ്റ്റ് 290, സെപ്റ്റംബർ, ഒക്ടോബർ 300, നവംബർ, ഡിസംബർ 320. അപ്പോൾ എങ്ങനെയാണ് ഡ്രോ എ ബാർ ഗ്രാഫ് ഓഫ് ദിസ് എന്ന് പറയുമ്പം ആദ്യം എന്ത് ചെയ്യണം, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അങ്ങനെ ഡിസംബർ വരെ മന്ത് ഇടുക. അതിനുശേഷം ജനുവരിയും ഫെബ്രുവരിയും കൂടെ ചേർത്തിട്ട് ബാർ ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, എത്രയാണ് 340. അപ്പോൾ 300 മുതൽ 300 അല്ല 250 മുതൽ 450 വരെ മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് വേണം നിങ്ങൾ വരയ്ക്കാനായിട്ട്. ഓക്കെ, ഹൗ മെനി യൂണിറ്റ്സ് വെർ യൂസ്ഡ് ഇൻ ഓൾ ലാസ്റ്റ് ഇയർ. ലാസ്റ്റ് ഇയറിൽ മൊത്തം ഉപയോഗിച്ചത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ കിട്ടും. വാട്ട് ഈസ് ദ ആവറേജ് യൂസ്ഡ് എവരി 2 months. ഓരോ 2 മാസം കൂടുമ്പോഴും ആവറേജ് യൂസ് ചെയ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാമല്ലോ. ഇതെല്ലാം കൂടെ ടോട്ടൽ ആഡ് ചെയ്തിട്ട് 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡ്യൂറിങ് വിച്ച് 2 months ആസ് ദ യൂസ് ഓഫ് ക്ലോസസ്റ്റ് ടു ദി ആവറേജ്. ആവറേജിനോട് അടുത്ത് നിൽക്കുന്നത് ഏത് 2 മാസമാണെന്നുള്ളതും നോക്കി കണ്ടുപിടിക്കുക.
നെക്സ്റ്റ് പേജ് നമ്പർ 170 അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ. ദ ബാർ ഗ്രാഫ് ഷോസ് ദ പെർസെൻറ്റ് ഓഫ് ദോസ് ഹു വോട്ടഡ് ഇൻ സം വാർഡ്സ് ഇൻ എ പഞ്ചായത്ത് ഇലക്ഷൻ. ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ ചില വാർഡുകളിൽ നടന്ന പോളിംഗ് ആണ്, അതായത് വോട്ടിൻ്റെ പെർസെൻറ്റേജ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, വാർഡ് 1 വിമണാണ് ഈ ബാർ ഇട്ട് തന്നിരിക്കുന്നത്, അതായത് ബാർ ഗ്രാഫിൻ്റെ മേളിൽ ലൈൻ ഇട്ട് തന്നിരിക്കുന്നത് വിമണാണ്. അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഇട്ട് തന്നിരിക്കുന്ന മെന്നും. അപ്പോൾ 80 പുരുഷന്മാരും എത്രയാണ് 80 സ്ത്രീകളും 90 പുരുഷന്മാരുമാണ് വാർഡ് 1. വാർഡ് 2 അതുപോലെ തന്നെ നമുക്ക് നോക്കി കണ്ടുപിടിക്കാവുന്നതാണ്. 90 സ്ത്രീകളും 80 പുരുഷന്മാരും. അങ്ങനെ എല്ലാ ഇതും നോക്കുക. എന്നിട്ട് ദ ടേബിൾ ഷോസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ്. താഴെ തന്നിരിക്കുന്ന ടോട്ടലായിട്ട് വോട്ട് ചെയ്തവരുടെ എണ്ണമാണ്. ഓക്കെ, കാൽക്കുലേറ്റ് ദ ആക്ച്വൽ നമ്പർ ഓഫ് മെൻ ആൻഡ് വിമൺ ഹു വോട്ടഡ് ഇൻ ഈച്ച് വാർഡ്. അപ്പോൾ ഓരോ വാർഡിലും വോട്ട് ചെയ്തവരുടെ എണ്ണമാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാമത്തെ വാർഡിൽ 570 വിമണും 620 മെന്നുമുണ്ട്. ടോട്ടൽ എത്ര പേരാണുള്ളത്? 1290 പേരാണ് ഉള്ളത്. കാൽക്കുലേറ്റ് ദ ആക്ച്വൽ നമ്പർ ഓഫ് മെൻ ആൻഡ് വിമൺ ഹു വോട്ടഡ് ഇൻ ഈച്ച് വാർഡ്. ഓരോ വാർഡിലും കറക്റ്റായിട്ട്. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 570 ഇവിടെ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ വിമൺ ആണ്. വിമണിൻ്റെ 80% വോട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 570ൻ്റെ 80% കണ്ടെത്തുക. എന്നിട്ട് അത്രയും പേരായിരിക്കും വോട്ട് ചെയ്തിട്ടുണ്ടാകുക. അതുപോലെ തന്നെ 620ൻ്റെ 90% കണ്ടെത്തുക. അത്രയും പേരായിരിക്കും അവിടെ വോട്ട് ചെയ്തിട്ടുണ്ടാകുക. എന്നിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്രയാണോ ടോട്ടൽ അവിടെ വോട്ട് ചെയ്തവരുടെ എണ്ണം, ടോട്ടൽ നമ്പർ 1790 ഉണ്ടെങ്കിലും എത്ര പേരാണ് വോട്ട് ചെയ്തതെന്നുള്ളത് ഈ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാ കണക്കും വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം തനിയെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.